പൊതു ഇടങ്ങളിലൊക്കെ ശല്യമായി മാറുന്ന കുറേ ടീംസ് ഉണ്ടാകും. വെറുതെ വന്ന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കും. വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവുകയില്ല. വല്ല ഷോ ഒക്കെ ഇറക്കിയിട്ട് പോകുന്ന കുറേ എണ്ണം ഉണ്ടാകും. ചിലരൊക്കെ നോക്കി നിൽക്കുന്നുണ്ടാകും. പക്ഷെ എല്ലാ സമയത്തും എല്ലാവരും അങ്ങ് കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ പണി വഴിയേ ഉണ്ടായിരിക്കും. അങ്ങനെ കിട്ടിയൊരു പണിയെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. നട റോഡിൽ ബിയർ കുപ്പി എറിഞ്ഞു പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു കുറച്ച് യുവാക്കൾ. ആ യുവാക്കളെ കൊണ്ട് തന്നെ റോഡ് തൂത്തു വാരിച്ചിരിക്കുകയാണ് പോലീസ്. കാര്യമായി പോയി. കുപ്പി പെട്ടിച്ചിതറിയതോടെ കോട്ടയം നഗരമധ്യത്തിൽ റോഡിലെ ഗതാഗതം പോലും തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിലെ യുവാക്കളെ എത്തിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വിട്ടയച്ചത്. ഇവിടെ ഉള്ളത് അവനെ വണ്ടിയെ മാറിയിരിക്കുക പുള്ളിയുടെ വണ്ടിയിലെ എറിഞ്ഞേ മറ്റേ അവനാണ്. കൂടുതൽ കാര്യങ്ങൾ ശ്യാമപ്രസാദ് ഉത്തമൻ നമുക്ക് പറഞ്ഞു തരും. ശ്യാമ, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അന്നേരം ഒരു പണി കൊടുത്തത് ഇങ്ങനെ ഒരു സന്ദേശം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മാത്രം അങ്ങ് വിചാരിച്ചാൽ മതി. കാരണം ഇങ്ങോട്ട് കാണിച്ചതും അത്രത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. ഒരു റോഡിൽ എത്തുന്നു, അവിടേക്ക് കുപ്പി പൊട്ടിച്ചെറിയുന്നു, കുപ്പിച്ചിലുകൾ ഉണ്ടാവുന്നു, ഗതാഗതം പോലും തടസ്സപ്പെടുന്നു. ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അത് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ ഇടപെട്ടു എന്ന് വരും, പുറകെ പോലീസ് വരും. ഇത് ഇങ്ങനെ തൂത്ത് വാരിച്ചു, അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെന്ത് സംഭവിച്ചു? കോട്ടയം നഗരത്തിലെ KSRTCക്ക് സമീപമാണ് ഇന്നലെ രാത്രി 10:30 രണ്ട് യുവാക്കൾ മദ്യപിച്ച് ബിയർ കുപ്പികളും മറ്റുമൊക്കെ റോഡിന് മുന്നിൽ പൊട്ടിച്ച് ഇടുന്നൊരു സംഭവം ഉണ്ടായത്. അത് നാട്ടുകാരും മറ്റുമൊക്കെ ഇത് ആദ്യം കണ്ടപ്പോൾ അവർ അമ്പരന്നു. കാരണം ഇതെന്താണ് ഈ കാണിക്കുന്നതെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു നാട്ടുകാരുണ്ടായിരുന്നത്. പിന്നീടാണ് നോക്കിയപ്പോൾ മദ്യപിച്ചുള്ള രണ്ട് യുവാക്കൾ ചേർന്നുകൊണ്ട് ഈ ബിയർ കുപ്പി അവിടെ റോഡിൽ പൊട്ടിച്ചിടുന്ന ഒരു സംഭവം അങ്ങനെ കാണുന്നത്. തുടർന്ന് നാട്ടുകാരാണ് പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയും പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ സ്ഥലത്തേക്ക് വരികയുമായിരുന്നു. ആ ഘട്ടത്തിലാണ് ആ സമയത്ത് ഒരു യുവാവ് ഓടി രക്ഷപ്പെട്ടു. എന്നാൽ മറ്റു യുവാവിനെ പോലീസ് അവിടെ വന്നിട്ട് അയാളെ പിടികൂടുകയും തുടർന്ന് അത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് അതിനൊന്നും അയാൾക്ക് മറുപടിയില്ലായിരുന്നു. തുടർന്നാണ് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് ഒരു ചൂല് വാങ്ങിപ്പിച്ചുകൊണ്ട് ആ റോട്ടിൽ പൊട്ടിച്ചിട്ട എല്ലാ ചില്ലുകുപ്പികളും ആ യുവാവിനെ കൊണ്ട് തന്നെ അടിച്ച് തൂത്ത് അവിടെ നിന്ന് മാറ്റിച്ചത്. ഏതായാലും ഇത്തരമൊരു ശിക്ഷാ നടപടി പോലീസ് അവിടെ ആ സമയത്ത് കൈക്കൊണ്ടത് വളരെ മാതൃകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലുള്ള തന്നെയാണ് നാട്ടുകാർക്കിടയിലുമൊക്കെ ആ സംസ്കാരം. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലേക്ക്, കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ച് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിന്നില്ല, പെറ്റി അടിപ്പിച്ച് യുവാക്കളെ വിടുകയാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇനി ആരും നടു റോഡിലെന്നല്ല എവിടെയാണെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ പോലീസ് അങ്ങനെ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. അവർ തന്നെ ആ റോട്ടിൽ ചെയ്തിട്ട ചില്ലുകുപ്പികളും മറ്റുമൊക്കെ അവരെ കൊണ്ട് തന്നെ അടിച്ച് തൂത്ത് കഴിയിപ്പിച്ചു. കൂടാതെ പൊതുസ്ഥലത്ത് പ്രശ്നമുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പ് ചുമത്തി പെറ്റിയടിച്ച് അവരെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോട്ടയം സ്വദേശികളാണ്. അവരുടെ പേരുവിവരങ്ങളും കാര്യങ്ങളും തന്നെ പോലീസും ഇതുവരെയായിട്ടും പങ്കുവച്ചിട്ടില്ല. നിലവിൽ അവിടെ കൂടിയ ആളുകളിൽ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ എടുക്കുകയും മറ്റുമൊക്കെ. ശരി ശ്യാമ്, അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അവരവിടെ ചെയ്തിട്ടാണ്, അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടാണ് അവരെ കൊണ്ട് തിരിച്ചത് അടിച്ച് തൂത്ത് വാരിച്ചത്. നമ്മൾ തന്നെയാണെങ്കിലും ഒരു പൊതുസ്ഥലത്തേക്ക് വന്നാൽ കഴിക്കുന്ന ഒരു മുട്ടായിയുടെ കവർ പോലും അവിടെ വെറുതെ വലിച്ചു വാരി ഇടാൻ പാടില്ലാത്തതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സാഹസം കാണിക്കുന്നത്. എവിടെയെങ്കിലും എത്തുമ്പോൾ കുടിച്ച് ബോധമില്ലാണ്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഒരു മര്യാദകേട് കാണിക്കരുത്. എത്രയോ പേര് നിൽക്കുന്ന ഇടമാണ്, എത്രയോ പേര് സഞ്ചരിക്കുന്നതാണ്. ഗതാഗതം പോലും തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇനി കുടിച്ച് ബോധം കെട്ടാൽ പോലും ഇങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കില്ല. 10 പേരുടെ മുന്നിൽ വെച്ച് അങ്ങനെ ഒരു പണിയാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയുകയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, നിയമപരമായിട്ടുള്ള മുന്നറിയിപ്പാണ്. ശരി ശ്യാമ.